Hi, hello all, welcome to my YouTube channel. സോ ഇന്ത്യൻ ഈസ്തെറ്റിക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ലിറ്ററി ക്രിറ്റിസിസം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ഈസ്തെറ്റിക്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർട്ട് മോസ്റ്റ്ലി ഇറ്റ് ഈസ് ഇവോൾഡ് വിത്ത് ആൻ എംഫസിസ് ഗിവൺ ഓൺ സ്പിരിച്വൽ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സ്റ്റേറ്റ്സ്. ഓഡിയൻസിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ ഈസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സിംബോളിക്കലിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈസ്തെറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഫിലോസഫിയുടെ ഒരു ബ്രാഞ്ചാണ്. ആർട്ട്, ബ്യൂട്ടി ആൻഡ് ടേസ്റ്റ്, ക്രിയേഷൻ, അതുപോലെ തന്നെ ബ്യൂട്ടി എങ്ങനെയാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത്, അതായത് പെർസെപ്ഷൻ ഓഫ് ബ്യൂട്ടി, ഇത്രയും എലിമെൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈസ്തെറ്റിക്സ് എന്നുള്ളൊരു ബ്രാഞ്ച് ഓഫ് ഫിലോസഫി നിൽക്കുന്നത്. അപ്പോൾ ഈസ്തെറ്റിക്സ് എന്ന് പറഞ്ഞൊരു കൈൻഡ് ഓഫ് ഡിസിപ്ലിനും കൂടിയാണ്. വേറെ ഓതേഴ്സും ഫിലോസഫേഴ്സും കൂടി ബ്യൂട്ടിയുടെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇന്ത്യൻ ഈസ്തെറ്റിക്സ് ആണ് വെസ്റ്റേൺ ഈസ്തെറ്റിക്സിനെക്കാട്ടിലും എന്താ പറയുക, ഒരു ഒറിജിൻ ഏറ്റവും അതായത് നേരത്തെ ഒറിജിനേറ്റഡ് ആയത് ഇന്ത്യൻ ഈസ്തെറ്റിക്സ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് സ്കോളേഴ്സ് ഈസ്തെറ്റിക്സ് എന്നുള്ള ആ ഒരു ഡിസിപ്ലിൻ ഇൻട്രസ്റ്റഡ് ആണ്. ആൻഡ് അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? ബ്യൂട്ടിയുടെ റിയൽ മീനിങ് എന്താണ്, എങ്ങനെയാണ് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ വന്നിട്ടുള്ളതാണ് ഇന്ത്യൻ ലിറ്ററി ക്രിറ്റിസിസം എന്ന് പറയുന്നത്. രസ, ധ്വനി, അലങ്കാര, ഈ 3 കോൺസെപ്റ്റുകളാണ് ഇന്ത്യൻ ലിറ്ററി ക്രിറ്റിസിസത്തിൽ ഉള്ളത്. ഇതിനെ നമ്മൾ സാഹിത്യശാസ്ത്ര, അലങ്കാരശാസ്ത്ര ആൻഡ് കാവ്യശാസ്ത്ര എന്നും വിളിക്കുന്നുണ്ട്. ഇന്ത്യൻ ലിറ്ററി ക്രിറ്റിസിസത്തിനകത്തുള്ളത് പോയട്രി ഉണ്ട്, റിട്ടോറിക്സ് ഉണ്ട്, ലിറ്റററി ക്രിറ്റിസിസം ഉണ്ട്, ഡ്രാമറ്റർജി ഉണ്ട്. വാട്ട് ഈസ് ഡ്രാമറ്റർജി? ഡ്രാമറ്റർജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് ഡ്രമാറ്റിക് കോമ്പോസിഷൻ ആൻഡ് അതിനെ എങ്ങനെയാണ് സ്റ്റേജിലോട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആർട്ട് ആൻഡ് ടെക്നിക് ഓഫ് ക്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ ഓർഗനൈസിങ് എ പ്ലേ ഓർ എ പെർഫോമൻസ് ഓൺ എ സ്റ്റേജ്. സ്ട്രക്ചറിനും തീംസിനും ക്യാരക്ടേഴ്സും ഡയലോഗും ഇതെല്ലാം ഡ്രാമറ്റർജിയിൽ വരുന്നതാണ്. അതാണ് മൊത്തത്തിൽ ഇന്ത്യൻ ഈസ്തെറ്റിക്സിനകത്ത് വരുന്ന ആ ഒരു എന്താ പറയുക, കംപ്രൈസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എലിമെൻറ്റ്സ് എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഇനി മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് എന്താണ്? പോയട്രി ആയിട്ട് റിലേറ്റഡ് ആണ്. അതായത് ഡെഫിനിഷൻ ഓഫ് പോയട്രി, പോംസിൻ്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ സ്റ്റൈലിൻ്റെ മറ്റൊരു പേര് റിതി, RITI, സൗണ്ടും സെൻസും, പോയറ്റിക് മെറിറ്റ്സ് എന്തൊക്കെയാണ്, പോയറ്റിക് ഫ്ലോസ് എന്തൊക്കെയാണ്, ശബ്ദവൃത്തി അതായത് വേർഡ്സിൻ്റെ കൊണോട്ടേഷൻ, രസാസ് എന്ന് വെച്ചാൽ സെൻറ്റിമെൻറ്റ്സ്, പിന്നെ ഇമോഷൻസ്, ഹീറോയിനും തമ്മിലുള്ള വെറൈറ്റീസ് ഏതൊക്കെയാണ്, ആൻഡ് ഓൾസോ ഡ്രമാറ്റിക് കോമ്പോസിഷൻസ്. ഇത്രയും ടോപ്പിക്സ് ആണ് ഇതിനകത്ത് വരുന്നത്, ഇന്ത്യൻ ലിറ്ററി ക്രിറ്റിസിസത്തിനകത്ത് വരുന്നത്. ആൻഡ് റൈറ്റേഴ്സ് ഓൺ ലിറ്ററി ക്രിറ്റിസിസം, ഇന്ത്യൻ അല്ലെങ്കിൽ ലിറ്ററി ക്രിറ്റിസിസം എന്ന് പറയുന്നത് വാട്ട് ഈസ് പോയട്രി, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഫോം, എന്താണ് അതിൻ്റെ സോൾ, എന്താണ് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് പോയട്രി, അതിൻ്റെ നേച്ചർ എന്താണ്, അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്, എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ പോയറ്റ് എന്താണ്, ഈ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് എപ്പോഴും. ആൻഡ് അതിന് പറ്റിയ ഒരു സാറ്റിസ്ഫാക്ടറി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഒരുപാട് തിയറീസും കാര്യങ്ങളും എല്ലാം ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈച്ച് തിയറി ഈസ് സെറ്റ് ടു ബി എ സ്കൂൾ. ഓരോ തിയറിയും നമ്മൾ ഓരോ സ്കൂളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ 8 സ്കൂൾസ് ആണ് ഉള്ളത്. രസ സ്കൂള്, അലങ്കാര സ്കൂള്, ഗുണ സ്കൂള്, ഋതി സ്കൂള്, ധ്വനി സ്കൂള്, വക്രോക്തി സ്കൂള്, അനുമിതി സ്കൂള്, ഔചിത്യ സ്കൂള്. അപ്പോൾ ഇതിനകത്ത് രസ, ധ്വനി ആൻഡ് ഔചിത്യയാണ് ഒരുമിച്ച് പോകുന്നത്. നമ്മളെപ്പോഴും ഒരുമിച്ച് പറയുന്ന 3 കാര്യങ്ങളാണ്. അലങ്കാരയും വക്രോക്തിയും സംവാട്ട് സിമിലർ ആണ്. ഗുണയും ഋതിയും എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് പറയുന്ന 2 കോൺസെപ്റ്റുകളത്തെ സ്കൂൾസാണ്. അനുമതി എന്ന് പറയുന്നത് എന്താണ്? അതിനെ ഒരു സ്കൂളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതിന് മറ്റ് സപ്പോർട്ടേഴ്സ് ഇല്ല. ഓക്കെ, പിന്നെ ധ്വനിക്ക് എതിരെ കൊണ്ടുവന്നതാണ് അനുമതി എന്ന് പറയുന്നത്. ഇനി ഭരത. അപ്പോൾ ഇന്ത്യൻ ഈസ്തെറ്റിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ ലിറ്ററി ക്രിറ്റിസിസത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭരത എന്നുള്ള എന്താ പറയുക ഈസ്തെറ്റീഷ്യനെ കുറിച്ച് നമ്മൾ പറയേണ്ടതാണ്. ഭരത വാസ് ദി ഫസ്റ്റ് ടു റൈറ്റ് ഓൺ ഈസ്തെറ്റിക്സ് ഇൻ ഭരതൻ്റെ നാട്യശാസ്ത്ര. അത് ലിറ്ററേച്ചർ, ഡ്രാമ ആൻഡ് ഡാൻസിനെ കുറിച്ചാണ് നാട്യശാസ്ത്രത്തിനകത്ത് പറയുന്നത്. അത് അദ്ദേഹമാണ് ഈസ്തെറ്റിക്സിനെ കുറിച്ച് ആദ്യമായിട്ട് എഴുതുന്നത്. ഭരതൻ്റെ നാട്യശാസ്ത്ര എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് അവൈലബിൾ ടെക്സ്റ്റ് ഓൺ ലിറ്ററി ക്രിറ്റിസിസം ആണ്. ആൻഡ് എൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് മ്യൂസിക്കിൻ്റെയും ഡാൻസിൻ്റെയും ടേംസിലാണ് പറഞ്ഞു പോകുന്നത്. ആൻഡ് അത് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം എഴുതിയതല്ല, ബാക്കിയുള്ളവർക്കും കൂടി എഴുതിയതാണ്. അത് മ്യൂസിക് ആൻഡ് ഡാൻസിൻ്റെ ടേംസിലാണ് ഈ ഒരു നാട്യശാസ്ത്ര പറഞ്ഞു പോകുന്നത്. ക്ലാസിക്കൽ ഫോമാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ അതായത് ക്ലാസിക്കൽ സ്റ്റൈലിലാണ് എഴുതിയിരിക്കുന്നത്. ഭരതം
ഭരതമുനി മെൻഷൻഡ്, അതായത് നമ്മുടെ ഇന്ദ്രൻ ഉണ്ടല്ലോ, ലോർഡ് ഓഫ് ഹെവൻ, അദ്ദേഹത്തിന് ഒരുപാട് ഡാൻസേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. രംഭ, തിലോത്തമ, ഉർവശി, അങ്ങനെ ഒരുപാട് ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു ഇന്ദ്രന്, അപ്പം ഇന്ദ്രദേവന്. അതിനെക്കുറിച്ചൊക്കെ ഭരതമുനി മെൻഷൻ ചെയ്തിട്ടുണ്ട്. നാട്യശാസ്ത്ര എന്ന് പറയുന്നത് 2nd സെഞ്ചുറി BC അല്ലെങ്കിൽ 2nd സെഞ്ചുറി AD-യിലാണ് എഴുതിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. സോ നമുക്ക് പറയാം, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഡ്രാമയൊക്കെ അതിനു മുന്നേ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു ഫോമാണെന്ന്, നമുക്ക് ആർട്ട് ഫോം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ നാട്യശാസ്ത്ര മെയിൻലി ഡീൽസ് വിത്ത് ഡ്രാമറ്റോജിയാണ്, ഡ്രാമയായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് രസാനുഭൂതി, അതായത് സെൻറ്റിമെൻസിനെ കുറിച്ചും, അതായത് ആ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്നും അതിനെ എങ്ങനെയാണ് നമ്മൾ റിസീവ് ചെയ്യുന്നതെന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നാട്യശാസ്ത്രയ്ക്കകത്ത് പറയുന്നുണ്ട്. രസാനുഭൂതി, റെലിഷ് ഓഫ് ദി സെൻറ്റിമെൻറ്റ്. ഇനി രസ എന്ന് പറയുന്നത് എന്താണ്? ഭരത ട്രൂ ബ്യൂട്ടിയെക്കുറിച്ച് സെർച്ച് ചെയ്ത് നടന്നിരുന്ന ഒരാളാണ്. അദ്ദേഹം രസ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നു. രസ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എസെൻസ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ അമൃത് എന്ന് നമ്മൾ പറയും. ഒരു കൈൻഡ് ഓഫ് ജ്യൂസ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് എസെൻസ്. രസ എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. എല്ലാ ലൈഫിൻ്റെ സോഴ്സ് എന്ന് പറയുന്ന രസമാണ്. 7th സെഞ്ചുറിയിൽ ഭാമയും ദണ്ഡിനും അവർ ഈ തിയറി ഓഫ് രസ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ബ്യൂട്ടി ഇൻ ദ ഡ്രാമ എന്ന് പറയുന്നത്, ആൻഡ് ചിലർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാമയിലുള്ളൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സർക്കാസമാണ്, കളിയാക്കലാണ്. 9th സെഞ്ചുറിയിൽ ആനന്ദ് വർദ്ധൻ, അതൊരു കാശ്മീരി പണ്ഡിറ്റാണ്, അദ്ദേഹവും ഭരതൻ്റെ രസ തിയറിയെയും നാട്യശാസ്ത്രത്തിനെയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അദ്ദേഹം എന്താണ് ധ്വനി തിയറിയൊക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ധ്വന്യ ലോഗ് എന്ന് പറഞ്ഞൊരു ബുക്കൊക്കെ ആനന്ദ് വർദ്ധൻ എഴുതിയിട്ടുണ്ട്. 10th സെഞ്ചുറിയിൽ അഭിനവ് ഗുപ്ത ഒരു ബുക്ക് എഴുതി, അഭിനവ് ഭാരതി. അതിനകത്ത് ധ്വനി തിയറിയെക്കുറിച്ചും രസത്തിനെക്കുറിച്ചും പിന്നെന്താ പറയുക, അതായത് കമൻറ്ററീസിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അഭിനവ് ഭാരതിക്കകത്ത് അദ്ദേഹം ഫ്യൂ ഇമ്പോർട്ടൻറ്റ് ശ്ലോകാസ് ബുക്കിനകത്ത്, അതായത് മഹാകാവ്യത്തിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ശ്ലോകാസ് ഒക്കെ എടുത്തിട്ടുണ്ട് അദ്ദേഹം. എന്നിട്ട് കാറ്റഗറി വൈസ് അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, റിട്ടോറിക്കൽ പാർട്സിനെ ബേസ് ചെയ്തിട്ടൊക്കെ. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ റിട്ടോറിക്കൽ പാർട്സ് എന്നുള്ള ബുക്കിനകത്ത് ഈ അഭിനവ് ഭാരതി അഭിനവ് ഭാരതി എന്നുള്ള വർക്കിനകത്ത് എന്താണ് ചെയ്തിട്ടുള്ളത്? ഇമ്പോർട്ടൻറ്റ് ശ്ലോകാസ് ഫ്രം മഹാകാവ്യാസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ അനാലിസിസിൽ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലിമെൻറ്റ് ഇൻ പോയട്രി എന്ന് പറയുന്നത് രസമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി 8 സെൻറ്റിമെൻറ്റ്സ് ആണ് രസ, 8 സെൻറ്റിമെൻറ്റ്സ് ഓഫ് രസ എന്താണെന്ന് നോക്കാം. ഭരത 8 സെൻറ്റിമെൻറ്റ്സ് ഓഫ് രസ അല്ലെങ്കിൽ ഈ 8 രസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 9th സെൻറ്റിമെൻറ്റും ഉണ്ട്, അത് ലേറ്റർ കുറേ റൈറ്റേഴ്സ് പിന്നീട് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഏതൊക്കെയാണ് 8 എണ്ണം എന്ന് വെച്ചാൽ ശൃംഗാര എന്ന് വെച്ചാൽ ലവ് അല്ലെങ്കിൽ അട്രാക്റ്റീവ്നെസ്. അതിൻ്റെ ഡൈറ്റി എന്ന് പറയുന്നത് വിഷ്ണുവാണ്. കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. ഹാസ്യ, ലാഫ്റ്റർ അല്ലെങ്കിൽ കോമഡി, ഗണേശനാണ് അതിൻ്റെ ഡൈറ്റി. പിന്നെ വൈറ്റ് ആണ് അതിൻ്റെ കളറ്. രുദ്ര അതെന്ന് വെച്ചാൽ ഫ്യൂറിയാണ് കാണിക്കുന്നത്. ഡൈറ്റി എന്ന് പറയുന്നത് രുദ്രദേവൻ തന്നെയാണ്. പിന്നെ റെഡ് കളറാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കരുണ എന്ന് വെച്ചാൽ കമ്പാഷൻ, അത് ഡൈറ്റി യമയാണ്. ഡവ് കളേർഡ്, അതായത് നമ്മുടെ പ്രാവിൻ്റെ കളറ്. ഭീമൽസ അത് ഡിസ്ഗസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡൈറ്റി എന്ന് പറയുന്ന ശിവ, ബ്ലൂ കളറാണ്. ഭയാനക് അതായത് ഹൊറർ അല്ലെങ്കിൽ ടെറർ, അത് ഡൈറ്റി എന്ന് പറയുന്നത് കാല, അതായത് നമ്മുടെ കാലൻ. പിന്നെ ബ്ലാക്ക് കളർ. വീര എന്ന് പറയുന്ന ഹീറോയിക്കാണ്. ഡൈറ്റി എന്ന് പറയുന്ന ഇന്ദ്ര, വൈറ്റിഷ് ബ്രൗൺ കളർ. അത്ഭുത എന്ന് വെച്ചാൽ വണ്ടർ അല്ലെങ്കിൽ അമേസ്മെൻറ്റ്. ബ്രഹ്മ ആണ് ഡൈറ്റി, ബ്രഹ്മദേവനാണ് ഡൈറ്റി, കളർ യെല്ലോ. ശാന്ത് എന്ന് പറയുന്നത് പീസ് ഓർ ട്രാങ്ക്വിലിറ്റി. വിഷ്ണുദേവനാണ് ഡൈറ്റി വരുന്നത്, കളർ എന്ന് പറയുന്നത് വൈറ്റ്. അപ്പോൾ ശാന്തം എന്നുള്ള രസമാണ് ലാസ്റ്റായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. വിഭവ, അനുഭാവ ആൻഡ് വ്യഭിചാരി ഭാവാസ്, ഇനി നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ രസ എന്ന് പറയുന്ന ആ ഒരു കൈൻഡ് ഓഫ് സംഭവം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? വിഭവ്, അനുഭവ ആൻഡ് വ്യഭിചാരി ഭാവാസിൻ്റെ യൂണിയനോട് കൂടിയാണ് രസ ഉണ്ടാവുന്നത്. വിഭവ എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ കാരണങ്ങൾ, കോസസ്. ഫിസിക്കൽ കണ്ടീഷൻസ് ഫോർ ഈസ്തറ്റിക് റീപ്രൊഡക്ഷൻ, അതാണ് വിഭവം എന്ന് പറയുന്നത്. ടൈമും, അതായത് വിഭവിനകത്ത് വരുന്നതാണ് ആലംബന വിഭവം, ഉദ്ദീപന വിഭവം. ആലംബന വിഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശൃംഗാര അല്ലെങ്കിൽ ഇറോട്ടിക് രസ, അതിനെ നമ്മൾ ആലംബന വിഭവം എന്ന് പറയുന്നത്. അതായത് ലവർ, ഹീറോ ഹീറോയിനും തമ്മിൽ, നായകനും നായികയും തമ്മിൽ ഇറോട്ടിക് സെൻറ്റിമെൻറ്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ലവ് എന്നുള്ള തീമിന്. ഓക്കെ, അതാണ് ആലംബന വിഭാവം എന്ന് പറയുന്നത്. അതായത് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ. ഇനി ഉദ്ദീപന വിഭാവം എന്ന് പറയുന്നത് എക്സൈറ്റൻ്റ് ഡിറ്റർമിനേഷൻ, അതായത് മൂൺ, സാൻഡൽവുഡ്, പിന്നെന്താ പറയുക, ഓർണമെൻറ്റ്സ്, പെർഫ്യൂം, ക്ലോത്തിങ്, ജ്വല്ലറി അല്ലെങ്കിൽ ഗാർഡൻ, ഇതൊക്കെയാണ് ഉദ്ദീപന വിഭാവം എന്ന് പറയുന്നത്. ഓക്കെ, അനുഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് ഈ അൺകൺവെൻഷണൽ ആയിട്ട് നമ്മൾ ഇമോഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ജസ്റ്റേഴ്സ്,
ഹാൻഡ്സ് ഹോൾഡ് ചെയ്ത് നടക്കുന്നത്, കിസ്സിങ്, ഇതൊക്കെയാണ് അനുഭാവയ്ക്കകത്ത് വരുന്നത്. സഞ്ചാരി ആൻഡ് വ്യഭിചാരി ഭാവാസ് എന്ന് വെച്ചാൽ ഇമോഷണൽ സ്റ്റേറ്റസിനെ കാണിക്കുന്നു. അത് 33 ഉണ്ടെന്നാണ് ഭരത പറയുന്നത്. അതായത് ഈ ഡിപ്രഷൻ, അജിറ്റേഷൻ, ടയേർഡ്നെസ്, ഷെയിം, ജോയ്, ഇതൊക്കെയാണ് സഞ്ചാരി അല്ലെങ്കിൽ വ്യഭിചാരി ഭാവത്തിനകത്ത് വരുന്നത്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമ്മൾ ഈ ഉദ്ദീപന, ആലംബന എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആലംബന വിഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈമറി കാരണം അല്ലെങ്കിൽ പ്രൈമറി കോസ് അല്ലെങ്കിൽ മെയിൻ സ്റ്റിമുലസ്, ഒരു ഇമോഷണൽ റെസ്പോൺസ് ഇവോക്ക് ചെയ്യുന്ന ഒരു മെയിൻ സ്റ്റിമുലസ് അല്ലെങ്കിൽ മെയിൻ കോസിനെയാണ് നമ്മൾ ആലംബന വിഭാവ എന്ന് പറയുന്നത്. വ്യൂവേഴ്സിൻ്റെ മൈൻഡിൽ അല്ലെങ്കിൽ റീഡേഴ്സിൻ്റെ മൈൻഡിൽ ഈ സ്റ്റിമുലസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാരണം, അതെന്ന് പറയുന്നത് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതായത് ഈ നറേഷനകത്ത് വരുന്ന അല്ലെങ്കിൽ സിറ്റുവേഷനകത്ത് വരുന്ന ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. എക്സാമ്പിൾ, ഒരു റൊമാൻറ്റിക് കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഹീറോയിനും ആയിരിക്കും ആലംബന വിഭാവം. അവരുടെ റിലേഷൻഷിപ്പും ആക്ഷൻസും ആണ് നമ്മുടെ ഉള്ളിൽ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഉദ്ദീപന വിഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി അല്ലെങ്കിൽ എൻഹാൻസിങ് ഫാക്ടേഴ്സ്, ഈ ഇമോഷണൽ റെസ്പോൺസ് ഉണ്ടാക്കുന്ന സെക്കൻഡറി ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന്, അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു റൊമാൻറ്റിക് കോണ്ടെക്സ്റ്റിൽ തന്നെ ഈ മൂൺ ലൈറ്റ് വരുന്നത്, ഇപ്പോൾ ഒരു ലവറും ബിലവഡും കൂടി ഇരിക്കുമ്പോൾ ഒരു മൂൺ ലൈറ്റിന്റെ വെട്ടമടിക്കുന്നത്, ഒരു ജെന്റിൽ ബ്രീസ്, ഫ്ലവേഴ്സിന്റെ സെന്റ്, ഇതൊക്കെയാണ് ഉദ്ദീപന വിഭാവ എന്ന് പറയുന്നത്. ഒരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രസസിദ്ധാന്തം എന്താണെന്നാണ്. രസസിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് ഈസ്തെറ്റിക് എക്സ്പീരിയൻസ്, അത് ഭരതന്റെയാണ്. 5th സെഞ്ച്വറിയിലാണ് അദ്ദേഹം എഴുതിയത്. അത് 4 kinds ഓഫ് അഭിനയ അല്ലെങ്കിൽ ആക്ടിങ് അല്ലെങ്കിൽ എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ടാണ് രസസിദ്ധാന്തം ഇരിക്കുന്നത്. ആംഗിക അഭിനയ, വാചിക അഭിനയ, അഹാര്യ അഭിനയ, സാത്വിക അഭിനയ. ഓക്കെ, പിന്നെ അപ്പോൾ 4 kind ഓഫ് അഭിനയമാണ് ഉള്ളത്. അംഗിക അഭിനയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെർബൽ എക്സ്പ്രഷൻസ്, അതായത് ഇമോഷൻസും ഫീലിങ്സ് ഓഫ് എ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ആക്ടർ ഡെപ്പിക്റ്റ് ചെയ്യുന്നു. വാചിക അഭിനയ എന്ന് പറയുന്നത് വെർബൽ എക്സ്പ്രഷനാണ്, ഇമോഷൻസും ഫീലിങ്സും എല്ലാം ടോൺ അല്ലെങ്കിൽ ഡിക്ഷൻ വരുന്നത്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിൻ്റെ. പിന്നെ ആഹാര്യ അഭിനയ എന്ന് പറയുന്ന കോസ്റ്റ്യൂമും സ്റ്റേജ് എക്സ്പ്രഷനും, അതായത് എക്സ്പ്രഷനെ എൻഹാൻസ് ചെയ്യുന്ന സംഭവങ്ങൾ. പിന്നെ സാത്വിക അഭിനയ എന്ന് വെച്ചാൽ ഇൻവോളണ്ടറി ആയിട്ടുള്ള നോൺ വെർബൽ എക്സ്പ്രഷൻ, അതായത് പ്രസൻസ് ഓഫ് കണ്ണീരിൻ്റെ പ്രസൻസ്, പിന്നെ ഫേഷ്യൽ കളർ ചേഞ്ച് ചെയ്യുന്നത്, ലിപ്സ് ട്രംബിൾ ചെയ്യുന്നത്, നോസ്ട്രൽസ് എല്ലാം എൻഹാൻസ് ചെയ്യുന്നത്, ഇതൊക്കെ ആ ക്യാരക്ടറിൻ്റെ ഡീപ്പസ്റ്റ് ഇമോഷൻസിനെ കാണിക്കുന്നതാണ്. ഇനി അലങ്കാര സിദ്ധാന്ത എന്ന് വെച്ചാൽ എന്താണ്? അലങ്കാര സിദ്ധാന്ത എന്ന് വെച്ചാൽ തിയറി ഓഫ് ഫിഗേഴ്സ്, അത് ഭാമയാണ് കൊണ്ടുവന്നത് 6th സെഞ്ച്വറിയിൽ. അപ്പോൾ ഭാമ അലങ്കാര സിദ്ധാന്തം എന്ന് വെച്ചാൽ അപ്പം ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സൗണ്ടിൻ്റെയും മീനിങ്ങിൻ്റെയും ടുഗദർനെസ്, അതാണ് അലങ്കാര സിദ്ധാന്ത എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഭാമ, അലങ്കാര എന്ന് വെച്ചാൽ ഒരു പോയറ്റിക് ഫിഗറാണ്. ഓക്കെ, അത് എസെൻഷ്യൽ എലിമെൻ്റ് ഓഫ് പോയട്രി ആണ്. ആൻഡ് ഐഡിയ എങ്ങനെയാണോ നമ്മൾ സ്ട്രൈക്ക് ചെയ്യിപ്പിക്കുന്നത്, അതുപോലെ തന്നെയാണ് വേർഡും. നമ്മളിപ്പോൾ വേർഡിലൂടെ ഒരു ഐഡിയ എങ്ങനെയാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്, അതാണ് പിന്നെ എന്താ പറയുക അലങ്കാര സിദ്ധാന്ത എന്ന് പറയുന്നത്. ആനന്ദവർദ്ധനൻ്റെ വ്യൂവിൽ, അതായത് ധ്വന്യലോക എഴുതിയ ആനന്ദവർദ്ധനൻ്റെ വ്യൂവിൽ അലങ്കാരാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വേർഡിനെ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എലിമെൻറ്റ്സ് ആണ്. അതുവഴി നമ്മൾ എന്ത് ചെയ്യും? പൊയറ്റിക് ചാം ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ക്രിയേറ്റീവ് യൂസ് ഓഫ് ലാംഗ്വേജ്. പിന്നെ അലങ്കാര എന്ന് വെച്ചാൽ ഫിഗർ എന്നാണ് അതിൻ്റെ മീനിങ്. അതൊരു അതായത് ഒരു പിന്നെ ഇൻറ്റഗ്രൽ പാർട്ടാണ്, ലിറ്ററൽ മീനിങ്ങിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണ് അലങ്കാര എന്ന് പറയുന്നത്. ആ ഒരു ലിറ്ററൽ മീനിങ്ങിനെ ക്ലൈമാക്സിലോട്ട് കൊണ്ടെത്തിക്കുന്നത് അലങ്കാരമാണ്. അതായത് നമ്മുടെ വേർഡ്സ് ഒക്കെ നമ്മൾ ഭയങ്കര ഓർണമെൻ്റൽ ആയിട്ട് എഴുതത്തില്ലേ, അതാണ് അലങ്കാര എന്ന് പറയുന്നത്. അതായത് ആ എക്സ്പ്രഷൻ നല്ല രീതിയിൽ ബ്യൂട്ടിഫൈ ചെയ്ത് അതിനൊരു ഡിഫറെൻറ്റ് മീനിങ് കൊടുക്കുന്നു, അതുവഴി എക്സലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഋതി സിദ്ധാന്ത എന്ന് പറയുന്നത് തിയറി ഓഫ് സ്റ്റൈലാണ്. അത് വാമൻ എന്നുള്ള ആളാണ് കൊണ്ടുവന്നത് 8th സെഞ്ച്വറിയിൽ. 3 types ഓഫ് സ്റ്റൈൽസ് ആണ് ഉള്ളത്. അടുത്ത അപ്പോൾ ഓരോന്നെന്ന് പറയുന്നത് അതെന്ന് വെച്ചാൽ ഈ ഋതി സിദ്ധാന്ത എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫാക്ട് ഹൗ ദ മീനിങ് അല്ലെങ്കിൽ അതായത് മീനിങ് ഓഫ് പോയട്രി ഈസ് ഇമ്പാർട്ടഡ് ഇൻ രസ. ഓക്കെ, അതായത് പോയട്രിയുടെ ആ ഒരു ആ ഒരു സംഭവവും നമ്മുടെ രസയും കൂടി കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് മീനിങ് അല്ലെങ്കിൽ ക്രിയേറ്റഡ് ആയി മാറുന്നത്, അതാണ് ഋതി സിദ്ധാന്ത പറയുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ 3 types ഓഫ് സ്റ്റൈലുണ്ട്, അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇനി ധ്വനി തിയറി എന്താണെന്ന്. ധ്വനി തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ധ്വനി സിദ്ധാന്ത എന്ന് പറഞ്ഞാൽ തിയറി ഓഫ് സജഷൻ ആണ്. ആനന്ദവർദ്ധനാണ് കൊണ്ടുവന്നത് 9th സെഞ്ച്വറിയിൽ. ധ്വനി എന്ന് പറയുന്നത് ഇനിഷ്യലി ഇറ്റ് വാസ് റിട്ടൺ ഫോർ പോയട്രി ആയിരുന്നു, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ബാക്കിയുള്ള ആർട്സിലെല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങി. ധ്വനി എന്ന് വെച്ചാൽ സജസ്റ്റീവ് മീനിങ് എന്നാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിന്നെ
രസധ്വനി എന്ന് വെച്ചാൽ എന്താണ്? രസധ്വനി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ലിസൺ ചെയ്യുന്നു, അപ്പോൾ നമുക്കൊരു കൈൻഡ് ഓഫ് ജോയ് അല്ലെങ്കിൽ സാഡ്നെസ് ക്രിയേറ്റഡ് ആവുന്നു, നമ്മുടെ മൈൻഡിൽ ഒരു ഫീലിംഗ് വരുന്നു. അതാണ് അതിൻ്റെ ധ്വനി തിയറിയുടെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വക്രോക്തി സിദ്ധാന്ത എന്താണെന്നാണ് നോക്കേണ്ടത് അടുത്തത്. വക്രോക്തി സിദ്ധാന്ത എന്ന് വെച്ചാൽ തിയറി ഓഫ് ഒബ്ലീക്ക് എക്സ്പ്രഷൻ. അത് കുന്തകനാണ് കൊണ്ടുവന്നത് 11th സെഞ്ചുറിയിൽ. ഓക്കെ, അതായത് എല്ലാ പോയറ്റിക് സ്പീച്ച് എന്ന് പറയുന്നതും അതിനകത്ത് ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, വക്രോക്തി ഉണ്ട്. അതായത് സ്ട്രെയിറ്റ് ഫോർവേഡ് മീനിങ് കാണത്തില്ല. സ്ട്രെയിറ്റ് ഫോർവേഡ് മീനിങ് വക്രോക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു നോൺ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലെങ്കിൽ ഒരു ഒബ്ലീക്ക് വേ, ഇൻഡയറക്റ്റ് എക്സ്പ്രഷൻ, അതാണ് വക്രോക്തി എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഏത് പോയിട്രി എടുത്താലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്ക് ഓഫ് ആർട്ട് എടുത്താലും പോയറ്റിക് സ്പീച്ച് എടുത്തു വെച്ചാലും ഇൻഡയറക്ട്ലി ചില പോയിറ്റ്സ് ചില കാര്യങ്ങൾ പറയുന്നതായിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് ആ റൗണ്ട് അബൌട്ട് വേ ഓഫ് സേയിങ് സംതിങ് അല്ലെങ്കിൽ ആ ഇൻഡയറക്റ്റ് എക്സ്പ്രഷനെയാണ് നമ്മൾ വക്രോക്തി എന്ന് പറയുന്നത്. ഓക്കെ, എവരുടെ യൂസ് ഓഫ് ലാംഗ്വേജ് ആ ഒരു എക്സ്പ്രഷൻ അല്ല, ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻ. ആൻഡ് ഓക്കെ, നെക്സ്റ്റ് ഔചിത്യ സിദ്ധാന്ത. ഔചിത്യ സിദ്ധാന്ത എന്ന് വെച്ചാൽ എന്താണ്? തിയറി ഓഫ് അപ്രോപ്രിയറ്റി. അത് ആചാര്യ ക്ഷേമേന്ദ്രയാണ് കൊണ്ടുവന്നത് 11th സെഞ്ചുറിയിൽ. ഔചിത്യ എന്ന് വെച്ചാൽ അപ്രോപ്രിയേറ്റ്നെസ്. അത് ഭരതയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഔചിത്യ സിദ്ധാന്തയെ റെക്കഗ്നൈസ് ചെയ്ത് ഭരതയാണ്. പിന്നെ അതായത് ആപ്റ്റ്നെസ് എന്താണ്, ഒരു ആക്ടിങ്ങിൻ്റെ കോണ്ടെക്സ്റ്റിൽ വരുന്ന ഒരു ആപ്റ്റ്നെസ് എന്താണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതിനകത്തെ ഹീറോ എന്ന് പറയുന്നത് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ആണ്, അല്ലെങ്കിൽ ഒരു ഡാൻസിങ് ബാക്ക്ഗ്രൗണ്ട് ആണ്, അല്ലെങ്കിൽ ഒരു ഡാൻസർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഔചിത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അപ്രോപ്രിയേറ്റ്നെസ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഡാൻസറിൻ്റെ വീട്ടിൽ നമുക്ക് വേറെ പ്രോപ്പർട്ടീസും ഐറ്റംസും വേറൊരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരുന്നത് ശരിയില്ല. ഇപ്പോൾ ഒരു ഡാൻസർ ആണെന്നുണ്ടെങ്കിൽ, ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കണ്ണൊക്കെ എഴുതി വാലിട്ട് ആ ഒരു കൈൻഡ് ഓഫ് ഒരു ക്ലീഷ സെറ്റപ്പ് ഉണ്ടല്ലോ, അങ്ങനെ കാണിക്കാൻ ശ്രമിക്കുക. അപ്പം അതാണ് അവിടുത്തെ അപ്രോപ്രിയേറ്റ്നെസ് എന്ന് പറയുന്നത്. അത് ഭരതനാണ് കോണ്ടെക്സ്റ്റ് ഓഫ് പെർഫോമൻസിലാണ് ഇത് ഇത് റെക്കഗ്നൈസ് ചെയ്ത് ഔചിത്യത്തിൻ്റെ ഔചിത്യ ബോധം അല്ലെങ്കിൽ ഔചിത്യം എന്ന് പറയുന്നത്. ആൻഡ് ആനന്ദയും അതുപോലെ തന്നെ കുന്തകയും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സെൻട്രൽ ഫോക്കസ് കൊണ്ടുവന്നത് ആചാര്യ ക്ഷേമേന്ദ്രയാണ്. അദ്ദേഹമാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഇനി രസ, ധ്വനി, അലങ്കാര. ഈ ഫോളോവേഴ്സ് ഓഫ് രസ സ്കൂള് അവർ അതായത് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ രസ എന്ന് പറയുന്ന പോയട്രിയുടെ സോളാണ്. പിന്നെ അലങ്കാരാസ് അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന പോയറ്റിക് റെലിഷിൻ്റെ മെയിൻ സോഴ്സ് ആണെന്നാണ് പറയുന്നത്. ലേറ്റർ റൈറ്റേഴ്സ് ആയിട്ടുള്ള ദന്തിയുടെ വ്യൂ എന്താണെന്ന് വെച്ചാൽ അലങ്കാര എന്ന് വെച്ചാൽ എന്താണ്, പോയട്രിക്ക് ബ്യൂട്ടി കൊടുക്കുന്ന ഒരു കാര്യമാണ് അലങ്കാര എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ പോയട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അലങ്കാര. വാമന എന്നുള്ള റൈറ്റർ പറഞ്ഞതെന്ന് വെച്ചാൽ അലങ്കാര എന്ന് വെച്ചാൽ ബ്യൂട്ടി ആണെന്നാണ്. അപ്പോൾ ഡിഫറെൻറ്റ് കൊണോട്ടേഷൻസ് ആണ് അലങ്കാര എന്നുള്ള വേർഡിന് ഉള്ളത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഋതി എന്താണ്? ഋതി എന്ന് വെച്ചാൽ എന്താണ്? സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ് ആണ് ഋതി എന്ന് പറയുന്നത്. അതായത് സ്റ്റൈൽ എന്ന് പറയാം. അപ്പം അതിനെ നമുക്ക് പോയട്രിയുടെ സോൾ എന്ന് വിളിക്കാൻ സാധിക്കും. പിന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് അക്ലെയിംഡ് വ്യൂ എന്ന് പറയുന്നത് ധ്വനി തിയറിയാണ്, അല്ലെങ്കിൽ ധ്വനി. അതായത് ആ ഒരു സജസ്റ്റീവ്നെസ്, അത് എഫക്റ്റീവ് എൻജോയ്മെന്റ് ഓഫ് പോയട്രിക്ക് വേണ്ടുന്നൊരു എലിമെന്റ് ആണ്. ഓക്കെ, പിന്നെ നാട്യശാസ്ത്ര അല്ലെങ്കിൽ ഭരതമുനിയാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഏർലിയസ്റ്റ് അവൈലബിൾ ടെക്സ്റ്റ് ഓൺ ലിറ്ററി ക്രിറ്റിസിസമാണ് നാട്യശാസ്ത്ര, റിട്ടൺ ബൈ ഭരതമുനി. ഭരത എന്ന് പറയുന്നത് കാളിദാസന്റെ പ്രൊഡ്യൂസറാണ് കേട്ടോ. നാട്യശാസ്ത്ര മെയിൻലി ഡീൽ ചെയ്യുന്നത് ഡ്രാമാറ്റർജിയെ ബേസ് ചെയ്തിട്ടാണെങ്കിലും അതിനകത്ത് എന്തിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, സെന്റിമെന്റ്സ്, അതായത് രസയെക്കുറിച്ചും സെന്റിമെന്റ്സിനെ കുറിച്ചും രസാനുഭൂതിയെക്കുറിച്ചും ഒക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. പോയട്രിയും പോയറ്റിക് തിയറിയും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. പിന്നെന്താണ്, പിന്നെ വെർബൽ ആക്ടിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ വാചിക അഭിനയത്തിനെ കുറിച്ചൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ 7th സെഞ്ചുറി. ഇനി നമ്മൾ കുറച്ച് റൈറ്റേഴ്സിനെയാണ് നോക്കാൻ പോകുന്നത്. ഭാമ എന്ന് പറയുന്നത് ആരാണ്? അപ്പോൾ ഭാമഹ അല്ലെങ്കിൽ ഭാമ എന്ന് പറയുന്നത് കാവ്യാലങ്കാരത്തിൻ്റെ ഓതറാണ്. ആൻഡ് ഭാമാഹലങ്കാരം എന്നും ഇതിനെ പറയുന്നുണ്ട്. ഓക്കെ, ഭാമഹയുടെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അദ്ദേഹമാണ് ഫസ്റ്റ് എന്താണ് ഈ ഡ്രമറ്റർജിയെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരാൾ. ഭാമഹ അലങ്കാരവാദ അല്ലെങ്കിൽ അലങ്കാര സ്കൂളിൻ്റെ ഫസ്റ്റ് എക്സ്പോണൻ്റ് ആണ്. ഇനി അടുത്തത് ദണ്ഡിൻ. അദ്ദേഹം 8th സെഞ്ചുറിയിൽ ബിലോങ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം കാവ്യദർശ എന്നുള്ള വർക്കിന്റെ ഓതറാണ്. 8th സെഞ്ചുറിയിൽ AD വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ഒരു വെൽ നോൺ ലിറ്ററി ക്രിറ്റിക്കാണ്. ഏർലിയസ്റ്റ് തിയറിസ്റ്റ് ഓഫ് ഗുണാരതി ആസ്പെക്ട് ഓഫ് പോയട്രി. ഗുണാരതി ആസ്പെക്ട് ഓഫ് പോയട്രിയെ കുറിച്ച് ആദ്യമേ തിയറി ഉണ്ടാക്കിയ മനുഷ്യനാണ്. പിന്നെ ദശകുമാരചരിത, അതുപോലെ തന്നെ അവന്തി സുന്ദരി കഥ, അതിനെക്കുറിച്ച് ആ 2 വർക്ക്സ് എഴുതിയത്, പ്രോസ് വർക്ക്സ് എഴുതിയത് ദണ്ഡിനാണ്. പിന്നെ ഉദ്ബത എന്ന് പറയുന്നത് കാവ്യാലങ്കാര
സംഗ്രഹ എന്നുള്ള വർക്ക് എഴുതിയതാണ്. 8th സെഞ്ച്വറി AD ഇദ്ദേഹവും ജനിച്ചത് അല്ലെങ്കിൽ ജീവിച്ചത്. പിന്നെ കാവ്യാലങ്കാരെക്കുറിച്ച് ഇദ്ദേഹവും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു വർക്കിൻ്റെ പേരെന്ന് പറയുന്നത് ഭാമാഹ വിവരണം. ഓക്കെ. പിന്നെ ഉദ്ഭത എന്ന് പറയുന്ന അലങ്കാര സ്കൂളിൻ്റെ ഫോളോവറാണ്. 9th സെഞ്ച്വറിയിലുള്ള വേറൊരു റൈറ്റർ വാമനയാണ്. അദ്ദേഹമാണ് സോൾ ഓഫ് പോയിട്രി എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. റിത്തി സ്റ്റൈൽ അല്ലെങ്കിൽ റിത്തി സ്റ്റൈലിനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ അടുത്തത് രുദ്രത എന്ന് പറയുന്ന അലങ്കാര സ്കൂളിൻ്റെ ഫോളോവറാണ്. 9th സെഞ്ച്വറിയിൽ AD ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വർക്കിനെയും കാവ്യ അലങ്കാര എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. ആനന്ദവർദ്ധന എന്ന് പറയുന്നത് ധ്വന്യ ലോക എന്നുള്ള വർക്ക് എഴുതിയിട്ടുള്ള ആളാണ്. ധ്വനി സ്കൂളിൻ്റെ ഫസ്റ്റ് എക്സ്പോണൻ്റ് ആണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അക്കോർഡിംഗ് ടു ആനന്ദവർദ്ധന ഇൻഡയറക്റ്റ് മീനിങ് എന്ന് പറയുന്നത് ധ്വനിയിലൂടെയാണ് വരുന്നത്. അത് എങ്ങനെയാണ് വരുന്നത്? വേർഡിൻ്റെ ഓരോ കൊണോട്ടേഷൻസിലൂടെ അല്ലെങ്കിൽ ഓരോ സജസ്റ്റീവ്നെസ്സിലൂടെയാണ് വരുന്നത്. ഓക്കെ. പിന്നെ അക്കോർഡിംഗ് ടു ഹിം ബെസ്റ്റ് ടൈപ്പ് ഓഫ് പോയിട്രി എന്ന് പറയുന്നത് ധനികാവ്യ എന്നാണ്. അതായത് ധ്വനി എലിമെൻറ്റ് പ്രീഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ധ്വനികാവ്യ. പിന്നെ ഓൾസോ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഇൻ ഗുഡ് പോയിട്രി രസ എന്നുള്ള എലിമെൻറ്റും കാണും. അതിനെയാണ് രസധ്വനി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ രസധ്വനി അല്ലെങ്കിൽ ധ്വനി തിയറി എന്ന് പറയുന്നത് ഒരുപാട് ഒപ്പോസിഷൻ ഒരുപാട് ഓതേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട്. ഭട്ടനായകയും അതുപോലെ തന്നെ മഹിമ ഭട്ടയും ഇവരൊക്കെ ഒപ്പോസ് ചെയ്തിട്ടുള്ള തിയറിയാണ് ധ്വനി തിയറി. ഇനി ഭട്ടനായക ആരാണ്? 10th സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം ഈ ധ്വനി തിയറിക്ക് എതിരെയൊക്കെ കൊണ്ടുവന്നതാണ്. ആൻഡ് രസ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഇദ്ദേഹം. അടുത്തത് ധനഞ്ജയ എന്ന് പറയുന്നത് ദശരൂപക എന്നുള്ള വർക്കിൻ്റെ ഓതറാണ്. 10th സെഞ്ച്വറിയിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. 10 വെറൈറ്റീസ് ഓഫ് ഡ്രമാറ്റിക് കോമ്പോസിഷൻ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ രാജശേഖര എന്ന് പറയുന്നത് കാവ്യമീമാംസ ഓഫ് രാജശേഖര, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. കാവ്യമീമാംസ അതായത് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം, ഒരു പോയിറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെ വേണം, ഒരു പോയിറ്റിൻ്റെ ഡെയിലി റൂട്ടീൻ തന്നെ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അഭിനവ ഗുപ്ത 10th സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന ആളാണ്. പിന്നെന്താണ് കാവ്യശാസ്ത്ര എന്നുള്ള ഫീൽഡിലാണ് ഇദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതായത് പിന്നെ അതുപോലെ തന്നെ നാട്യശാസ്ത്രത്തിനെ കുറച്ച് കമൻറ്റേറ്ററീസ് നടത്തിയിട്ടുണ്ട്. പിന്നെ ധ്വന്യലോകയെക്കുറിച്ചൊക്കെ കമൻറ്റേറ്ററീസ് ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ ലിറ്റററി ക്രിറ്റിസിസത്തിനെ റെവല്യൂഷനൈസ് ചെയ്തത് അഭിനവ് ഗുപ്തയാണ്. അടുത്ത കുന്തക എന്ന് പറയുന്ന വക്രോക്തി സ്കൂളിൻ്റെ ആളാണ്. 11th സെഞ്ച്വറിയിലാണ് ഉള്ളത്. വക്രോക്തി ജീവിതം എന്ന് പറഞ്ഞൊരു വർക്ക് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓക്കെ. വക്രോക്തി എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഹൈപ്പർബോളിക് എക്സ്പ്രഷൻ, അതാണ് പോയട്രിയുടെ സോൾ എന്നാണ് പറയുന്നത്. മഹിമ ഭട്ട അത് 11th സെഞ്ച്വറിയിലാണ് ഉണ്ടായിരുന്നത്. പിന്നെന്താണ് ഒരു ധ്വനി എന്ന് പറയുന്നത് ഒരു തിയറിയെ ഇദ്ദേഹം റെപ്യൂഡിയേറ്റ് ചെയ്തതാണ് അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്ത ഒരാളാണ് മഹിമ ഭട്ട എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അനുമതി സ്കൂളിൻ്റെ ആളാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ധ്വനി എന്ന് പറയുന്നത് നമുക്ക് ഇൻഫറൻസിലൂടെ അല്ലെങ്കിൽ അനുമതിയിലൂടെ പോസിബിൾ ആക്കാൻ പറ്റും എന്നാണ് മഹിമ ഭട്ട പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഇൻഫറൻസ് എന്ന് വെച്ചാൽ ഒരു കൈൻഡ് ഓഫ് ഒരു കൺക്ലൂഷൻ നമ്മൾ ഡ്രോ ചെയ്യുന്നത്, അതായത് ഒരു ലോജിക്കൽ ജഡ്ജ്മെൻറ്റ് നമ്മൾ കൺക്ലൂഷനിലെത്തുന്നത് ഒരു എവിഡൻസിൻ്റെയും അല്ലെങ്കിൽ ഫാക്റ്റിൻ്റെയും വെളിച്ചത്തിലായിരിക്കണം. അതാണ് അനുമതി എന്ന് പറയുന്നത്. അപ്പോൾ അനുമതി സ്കൂളിൻ്റെ ആളാണ് മഹിമ ഭട്ട. ഇനി ഭോജ എന്ന് പറയുന്നത് 11th സെഞ്ച്വറിയിലെ ഒരു റൈറ്ററാണ്. അദ്ദേഹം ധര എന്നുള്ള രാജ്യത്തെ കിങ് ആയിരുന്നു. ആൻഡ് 2 വർക്ക്സ് ഉണ്ട് അദ്ദേഹത്തിന്, സാഹിത്യശാസ്ത്രയും ശൃംഗാര പ്രകാശയും. ഓക്കെ. ഈ ശൃംഗാര ശാസ്ത്ര അല്ലെങ്കിൽ ശൃംഗാര പ്രകാശ എന്ന് പറയുന്നത് ഇറോട്ടിക്സുമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അടുത്ത ക്ഷേമേന്ദ്ര എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തിയറി എന്ന് പറയുന്ന ഔചിത്യ തിയറിയാണ്. അത് ഔചിത്യ വിചാര ചർച്ച എന്നാണ് അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ പേര്. ധ്വനി തിയറിയിൽ നിന്ന് ബോറോ ചെയ്ത കോൺസെപ്റ്റാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ മമത ഭട്ട എന്ന് പറയുന്നത് കാവ്യപ്രകാശ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ പേര്. സാൻസ്ക്രിറ്റ് പൊയറ്റിക്സുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. 12th സെഞ്ച്വറിയിലെ ഹേമചന്ദ്ര എന്ന് പറഞ്ഞ ഒരു റൈറ്ററും കൂടിയുണ്ട്. സാഹിത്യശാസ്ത്ര എന്നുള്ള കംപ്ലീറ്റ് ഹാൻഡ് ബുക്ക് അദ്ദേഹത്തിൻ്റെയാണ്. അത് ആ ഒരു കാവ്യാനുശാന അതാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. വാഗ്ഭട അലങ്കാര, പിന്നെ രൂയയഗ എന്ന് പറയുന്ന ഒരാളുണ്ട്. അലങ്കാര സർവാസവ, അതൊക്കെയെന്ന് വെച്ചാൽ പോയറ്റിക് ഫിഗേഴ്സ്, ഇതൊക്കെയെന്ന് വെച്ചാൽ മൈനർ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഇന്ത്യൻ ഈസ്തെറ്റിക്സും ക്ലാസിക്കൽ ആൻഡ് മോഡേൺ ക്രിറ്റിസിസവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന്. അപ്പോൾ ഈസ്തെറ്റിക്സ് ഇൻ ഇന്ത്യൻ ആൻഡ് ഗ്രീക്ക് കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഈസ്തെറ്റിക്സ് എന്ന് വെച്ചൊരു ഗ്രീക്ക് വേർഡാണ്. ഒറിജിനൽ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസ് കൊണ്ട് പെർസീവ് ചെയ്യാവുന്ന കാര്യങ്ങൾ, എന്ത് മെറ്റീരിയൽ ആണെങ്കിലും. ഓക്കെ.
പിന്നെ ഇന്ത്യൻ ഈസ്തറ്റിക്സ് എന്ന് വെച്ചാൽ സയൻസ് അല്ലെങ്കിൽ ഫിലോസഫി ഓഫ് ഫൈൻ ആർട്ട്. രസ ആൻഡ് കഥാർസിസ് ആണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അരിസ്റ്റോട്ടലിൻ്റെ പൊയറ്റിക്സിനകത്ത് നമ്മൾ കഥാർസിസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭരതൻ്റെ നാട്യശാസ്ത്രത്തിനകത്ത് നമ്മൾ ഇതിനെക്കുറിച്ചും കഥാർസിസ് അല്ലെങ്കിൽ ഈ ഒരു രസ തിയറിയെക്കുറിച്ചും പറയുന്നുണ്ട്. ഓക്കെ, അതായത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് വഴി ഓഡിയൻസിന് കിട്ടുന്ന ആ ഒരു ഇമ്പാക്റ്റ് എന്താണ്. അപ്പം ഡിസിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ ഈ രണ്ട് കമ്പോണൻസ് തമ്മിൽ ഡിസിമിലാരിറ്റി ഉണ്ടെങ്കിലും പക്ഷേ ഒരു കോമൺ എലമെൻറ്റ്സ് ഇവർ കുറച്ചും കൂടി ഷെയർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് കഥാർസിസ് എന്ന് വെച്ചാൽ ഇമോഷൻസിനെ നമ്മൾ റിലീസ് ചെയ്യുന്നു. രസ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ആ ഇമോഷൻസ്. ഓക്കെ, അപ്പോൾ അരിസ്റ്റോട്ടിൽ ശരിക്കും പറഞ്ഞാൽ ട്രാജഡിയുടെ ആ ഒരു കഥാട്ടിക് നേച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നാട്യശാസ്ത്രത്തിനകത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഓരോ ആക്ടറും ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഭാവം ഉണ്ടല്ലോ, ആ ഭാവം അല്ലെങ്കിൽ പവറാണ് ശരിക്കും പറഞ്ഞാൽ രസയിലോട്ട് ലീഡ് ചെയ്യുന്നതെന്നാണ് നാട്യശാസ്ത്രത്തിനകത്ത് പറയുന്നത്. കോമൺ ആട്രിബ്യൂട്ട്സ് ഒരുപാടുണ്ടെങ്കിലും അതായത് ഓഡിയൻസിൻ്റെ എക്സ്പീരിയൻസുമായിട്ട് റിലേറ്റഡ് ആകുമ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള സിമിലാരിറ്റീസ് ഈ രണ്ട് കോൺസെപ്റ്റിനകത്തും വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഡിഫറൻസിയേഷൻ വരുന്നുണ്ട് ഇതിൻ്റെ ഔട്ട്കമ്മിനകത്തെന്നാണ് പറയുന്നത്. അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ പൊയറ്റിക്കിനകത്ത് റോൾ ഓഫ് കഥാസിസ് എന്ന് വെച്ചാൽ പ്യൂരിഫൈ ചെയ്യാണ് ഓഡിയൻസിൻ്റെ ഇമോഷനെ തിയേറ്റർ വഴി. ഇമോഷണൽ ചേഞ്ചാണ് കൊണ്ടുവരുന്നത്, ഒരു കൈൻഡ് ഓഫ് ബാലൻസ് കൊണ്ടുവരുവാണ് നമ്മുടെ മൈൻഡിൽ. നാട്യശാസ്ത്ര കൺസെപ്റ്റിനകത്ത് രസ എന്ന് പറയുന്നത് ഭാവാസ് കൊണ്ടുണ്ടാവുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. ഭാവാസാണ് ജനറേറ്റ് ചെയ്യുന്നത് രസത്തിന്. പിന്നെ അരിസ്റ്റോട്ടിൽ പറയുന്നത് എന്താണ്, കഥാർസിസ് എന്ന് പറയുന്നത് ട്രാജഡീസിൽ നിന്ന് മാത്രം വരുന്നൊരു കാര്യമാണെന്നാണ്. അരിസ്റ്റോട്ടിൽ ഫ്രീക്വൻ്റ്ലി അസേർട്ട് ചെയ്യുന്നൊരു കാര്യം, ട്രാജഡീസ് എന്ന് പറയുന്നത് എന്താണ്, പിറ്റി അല്ലെങ്കിൽ ഫിയർ മാത്രം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ രസ എന്ന് പറയുന്നത് എന്താണ്, അൺലിമിറ്റഡ്ലി ആക്ടേഴ്സിന് ഭാവ ഉണ്ടാക്കി, അതായത് ഭാവ ജനറേറ്റ് ചെയ്യുമ്പോൾ രസ നല്ല രീതിയിൽ അൺലിമിറ്റഡ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഓഡിയൻസിൻ്റെ മൈൻഡിൽ നിന്നാണ് പറയുന്നത്. പിന്നെ ഓൺലി ട്രാജഡിക്ക് മാത്രമേ ഉള്ള റൈറ്റ് എലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഇമ്പാക്ട്ഫുൾ ആയിട്ട് കഥാർസിസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. പിന്നെ ഓഡിയൻസിൻ്റെ എക്സ്പീരിയൻസ് ഓഫ് രസ എന്ന് പറയുന്നത് അതായത് കഥാർസിസുമായിട്ട് കുറച്ച് എന്താ പറയുക ഒരു സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ക്രക്സ് വരുമ്പോൾ എന്താണ് കുറച്ച് ഡിഫറൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇമിറ്റേഷനും അനുകരണ എന്ന് പറയുന്ന തിയറിയും എന്താണ്, തിയറി ഓഫ് ഇമിറ്റേഷൻ. അത് ഗ്രീക്ക് തിങ്കർ ആയിട്ടുള്ള അരിസ്റ്റോട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഭരതയും അതുപോലെ തന്നെ മിമറ്റിക് റീപ്രൊഡക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ ഇമിറ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട് ഡ്രാമയ്ക്കകത്തുള്ള. അനുകരണ എന്ന് വെച്ചാൽ അനുകരണം ചെയ്യുക എന്ന് വെച്ചാൽ ഇമിറ്റേറ്റ് ചെയ്യുക. ഡ്രാമ എന്ന് പറയുന്നത് എന്താണ്, ആളുകളുടെ ആക്ഷനെയും ആളുകളുടെ മെൻ്റൽ സ്റ്റേറ്റിനെയും കൂടെ ഇമിറ്റേറ്റ് ചെയ്തൊരു റീപ്രൊഡക്ഷനാണ് ഡ്രാമ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ രസ ആൻഡ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ടി.എസ്. ഇലിയട്ടിൻ്റെ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്താണെന്ന്. അപ്പോൾ ടി.എസ്. ഇലിയട്ടിൻ്റെ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, ഒബ്ജക്ട്സിലൂടെ ഇമോഷൻസിനെ ഇൻഡയറക്ട്ലി പ്രസൻറ്റ് ചെയ്യുക. പിന്നെ ഭരതൻ്റെ രസസൂത്രവും ഇതുപോലെ തന്നെയാണ്, ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് തന്നെയാണ്. അതായത് രണ്ട് ഇമോഷൻസിനെ പോയട്രിയിലൂടെ എങ്ങനെയാണ് പോർട്രേ ചെയ്യുന്നത് റീഡേഴ്സിൻ്റെ അടുത്ത്. ഈലിയട്ട് പറയുന്ന ഇമോഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇമ്പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല റീഡേഴ്സിൻ്റെ അടുത്ത്. സോ ഒരു മീഡിയം വഴി നമ്മൾ കുറച്ച് ഒബ്ജക്ട്സ് വഴി വേണം ഈ ഒരു ഇമോഷൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ റീഡേഴ്സിൻ്റെ അടുത്തും. ഇനി അദ്ദേഹം ഹാംലെറ്റ് ആൻഡ് പ്രോബ്ലംസ് എന്നുള്ള വർക്കിനകത്താണ് ഇതിനകത്ത് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവിനെ കുറിച്ച് പറയുന്നത്. അതായത് ലേഡി മാക്ബത്ത് സ്ലീപ്പ് വാക്ക് ചെയ്യുന്ന ഒരു സീനുണ്ട് അതിനകത്ത്. അവർ അൺകോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ പാസ്റ്റ് ആക്ഷൻസ് എന്ന് പറയുന്നത്. അതാണ് അവരുടെ ട്രോമയെ കാണിക്കുന്നത്. അതാണ് അവിടുത്തെ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത് കാണിക്കാൻ വേണ്ടി അവരുടെ കണ്ണുകളിൽ ആ തിളക്കമില്ലെന്നും അവരുടെ കയ്യിലുള്ള ബേണിംഗ് ഹാൻഡ് കർച്ചീഫിനെയുമാണ് കാണിക്കുന്നത്. അപ്പം ഷേക്സ്പിയർ കൺവേ ചെയ്യുന്ന ഈ ഒബ്ജക്ട്സിലൂടെയാണ്. പിന്നെ അപ്പോൾ റീഡർ അല്ലെങ്കിൽ റെസ്പെക്റ്റേറ്റർ അത് ആ ഒരു ഒബ്ജക്റ്റ് കണ്ട് റെസ്പോണ്ട് ചെയ്യുവാണ് ആ ഒരു മീഡിയത്തിലൂടെ, അല്ലേ. സിമിലർലി രസസൂത്ര എന്ന് പറയുന്നതും എന്താണ്, ഇതുപോലെ തന്നെയാണ്, ഒരു ഇമോഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നു, ഒരു അവേക്കനിങ് ഉണ്ടാക്കിയെടുക്കുന്നു റീഡേഴ്സിൻ്റെ മൈൻഡിൽ. പിന്നെ ധ്വനി ആൻഡ് ഇംപ്ലൈഡ് മീനിങ് എന്ന് വെച്ചാൽ എന്താണ്, അപ്പം സം വെസ്റ്റേൺ ക്രിറ്റിക്സ് പറയുന്ന ധ്വനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇംപ്ലൈഡ് മീനിങ് അല്ലെങ്കിൽ ഫിഗറേറ്റീവ് മീനിങ് എന്നാണ് അവർ പറയുന്നത്. ആൻഡ് ഓൾസോ എന്താ പറയുക, അപ്പം ഇംപ്ലൈഡ് മീനിങ് അല്ലെങ്കിൽ സജസ്റ്റീവ് മീനിങ്ങിനെയാണ് ധ്വനി എന്നാണ് വെസ്റ്റേൺ ക്രിറ്റിസിസത്തിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു മീനിങ് ഉണ്ട് ധ്വനിക്കെന്ന് വെസ്റ്റേൺ ക്രിട്ടിക്കൽ ലിറ്ററേച്ചറിനകത്ത് പറയുന്നുണ്ട്. സിംബോളിക്കൽ മീനിങ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഫിഗറേറ്റീവ് മീനിങ് എന്ന്. പിന്നെ വക്രോക്തിയും പോയറ്റിക് ലാംഗ്വേജ് എന്താണ്, കുന്തകൻ്റെ തിയറിയാണ് വക്രോക്തി. തിയറി ഓഫ് പോയറ്റിക് ലാംഗ്വേജ് ആണ്. അതായത് പോയട്രിയെ ലാംഗ്വേജിൻ്റെ ടേംസിൽ അല്ലെങ്കിൽ എക്സ്പ്രഷൻ്റെ ടേംസിൽ അനലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ വാല്യൂ ചെയ്യുന്നു. ഒരു കൈൻഡ് ഓഫ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഹോൾമാർക്ക് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും, ഒരു ഒബ്ലീക്നെസ്, ഒരു ഇൻഡയറക്റ്റ് എക്സ്പ്രഷൻ. ഈ ഒരു ഇൻഡയറക്റ്റ് എക്സ്പ്രഷനാണ് പോയട്രിയെ ബാക്കിയുള്ള ഡിസ്കോഴ്സസിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതെന്നാണ് ഈ തിയറി പറയുന്നത്. ഓക്കെ, ഇനി അലങ്കാര ആൻഡ് സബ്ലിമിറ്റി, അതായത് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. ഇപ്പോൾ വെസ്റ്റേൺ എസ്തറ്റിക്സിൽ ഫിഗർ ഓഫ് സ്പീച്ച്, സിമിലി, മെറ്റഫർ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്, അല്ലേ. അപ്പം പിന്നെ ഇൻ സിമ്പിൾ ടേംസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ
ലാംഗ്വേജിനെ കുറച്ചും കൂടി ഫോഴ്സ്ഫുൾ ആക്കുകയും ടച്ചിങ് ആക്കുകയും മൂവിങ് ആക്കുകയും ചെയ്യുന്നത് ഈ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ അലങ്കാരമാണ്. ഓക്കെ, അതിൻ്റെ ഫംഗ്ഷൻ എന്താ വെച്ചാൽ ലാംഗ്വേജിനെ എഫക്റ്റീവ് ആക്കി മാറ്റുക. പിന്നെ റിട്ടോറിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് എന്ന് പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ചിനെ ഡീൽ ചെയ്യുന്നതാണ്. ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ സിംപ്ലസ്റ്റ് ഫോമിൽ നിന്ന് നമ്മളൊരു ഹൈറ്റനിങ് അല്ലെങ്കിൽ കുറച്ച് സ്പെഷ്യലൈസിങ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു വേർഡ്സിൻ്റെ ഹെൽപ്പോട് കൂടി. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ലിറ്ററൽ ഇൻ്റർപ്രിട്ടേഷൻ നടത്തുന്നത്. അപ്പോൾ പോയറ്റിക് ലാംഗ്വേജിൽ ഫിഗർ ഓഫ് സ്പീച്ച് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സിമ്പിൾ വേർഡ്സ് വെച്ചിട്ട് നമുക്ക് ലിറ്ററൽ സെൻസിനെ പറയുന്ന ഒരു ഗുമ്മ് കാണത്തില്ല. അപ്പോൾ ഐഡിയ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് ഫോഴ്സ്ഫുൾ ആയിട്ട് വേറെ വേർഡ്സ് എക്സ്പ്രഷൻസ് വഴി നോക്കുക, അതായത് മീനിങ് കൺവേ ചെയ്യാൻ നോക്കുക. പിന്നെ അപ്പം ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണെന്നാണ് പറയുന്നത്. ലാംഗ്വേജിനെ അല്ലെങ്കിൽ ആ സ്റ്റൈലിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഫ്രഷ് ലൈറ്റിൽ ഒരു ഓൾഡ് ഐഡിയ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ അപ്പോൾ അലങ്കാര എന്ന് പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ചുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. പിന്നെ പോയട്രിയും സിനസ്തേഷ്യ എന്ന് വെച്ചാൽ എന്താണ്? സിനസ്തേഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിയിൽ നിന്നെടുത്തൊരു ടേമാണ്. ഈ സൈക്കോളജിക്കകത്ത് ഈ സിനസ്തേഷ്യ എന്ന് വെച്ചാൽ എന്താ? എക്സ്പീരിയൻസ് ഓഫ് 2 or more മോഡ്സ് ഓഫ് സെൻസേഷൻ. ഒരു സെൻസ് മാത്രം, രണ്ടോ അതിൽ കൂടുതലോ മോഡ്സ് ഓഫ് സെൻസേഷൻ ഉണ്ടാവുന്നു, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. പക്ഷേ അതിൽ ഒരു സെൻസ് മാത്രമായിരിക്കും സ്റ്റിമുലേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സിനസ്തേഷ്യ എന്ന് പറയുന്നത്. അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ന്യൂറോളജിക്കൽ ഫിനോമിനനാണ് സിനസ്തേഷ്യ എന്ന് പറയുന്നത്. ഒരു സെൻസ് സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ അതുവഴി ഓട്ടോമാറ്റിക്കലി മറ്റൊരു സെൻസും കൂടി സ്റ്റിമുലേറ്റഡ് ആവുകയാണ്. അതായത് ഒരു സെൻസ് ആക്ടിവേറ്റഡ് ആകുമ്പോൾ അതുമായിട്ട് അൺറിലേറ്റഡ് ആയിട്ടുള്ളൊരു സെൻസും കൂടി ട്രിഗേർഡ് ആവും. ഫോർ എക്സാമ്പിൾ, ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ചിലർക്ക് കളേഴ്സ് കാണാൻ സാധിക്കും എന്ന് പറയും. ചില വേർഡ്സുകൾ പറയുമ്പോൾ ചിലർക്ക്, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ചിലർക്ക് ടേസ്റ്റ്, അതായത് പല ടേസ്റ്റ് ഫ്ലേവേഴ്സ് നമ്മുടെ ടങ്ങിൽ ഫീൽ ചെയ്യുമെന്ന്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിനസ്തേഷ്യ എന്ന് പറയുന്നത്. ദെൻ ലിറ്ററേച്ചറിൽ അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പല മോഡ് ഓഫ് സെൻസേഷനെയാണ് ലിറ്ററേച്ചറിലും ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കളറിനെ ചിലപ്പോൾ സൗണ്ടുമായിട്ട് ആട്രിബ്യൂട്ടഡ് ആവും, സ്മെല്ല് ചിലപ്പോൾ കളറുമായിട്ട് ആട്രിബ്യൂട്ടഡ് ആവും, സൗണ്ട് ചിലപ്പോൾ സ്മെല്ലുമായിട്ട് കണക്റ്റഡ് ആവും. പിന്നെ ഈ ടെക്നിക്കിനെയാണ് നമ്മൾ സെൻസ് ട്രാൻസ്ഫറൻസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സെൻസ് അനലജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് കീറ്റ്സിൻ്റെ വർക്കായിട്ടുള്ള ഓട്ട് നൈറ്റിംഗേളിനകത്തൊക്കെ നമുക്കിത് കാണാൻ സാധിക്കും, ഈ സെൻസ് ട്രാൻസ്ഫറൻസ് അല്ലെങ്കിൽ സിനസ്തേഷ്യ എന്ന് പറയുന്നത്. പിന്നെ സിനസ്തേഷ്യ എന്ന് പറയുന്നത് ഹോമർ തൊട്ടുള്ള പോയറ്റ്സൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. റൊമാൻറ്റിക് പീരീഡിലാണ് ഇത് കൂടുതലും പോപ്പുലറൈസ്ഡ് ആയിട്ട് മാറിയത്. ഫ്രഞ്ച് റൈറ്റേഴ്സും ഇതിനെ കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ത്യൻ ഈസ്തറ്റിക്സിനകത്ത് വരുന്ന ടേംസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.